ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏപ്രിൽ മന്ത് ഞങ്ങളുടെ ഫാമിലിക്ക് വളരെ സ്പെഷ്യലാണെന്ന്. ഒന്നല്ല, രണ്ടല്ല, 3 സ്പെഷ്യൽ ഒക്കേഷൻസ് ആണ് ഈ മന്തിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്. ആദ്യത്തേത് തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, ഏപ്രിൽ 20 എൻ്റെ സ്വന്തം ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? വെയിറ്റ്, സെലിബ്രേഷൻസ് തുടങ്ങുന്നത് ഇവിടെയല്ല. ഒരാഴ്ച മുമ്പേ തുടങ്ങിയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ഷോപ്പിങ്ങിലൂടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയാണോ ഇത്രയധികം ഷോപ്പിംഗ് എന്നല്ലേ? അല്ല, ഈ സെലിബ്രേഷൻസിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് 2 സെലിബ്രേഷൻസിൻ്റെയും ഷോപ്പിംഗ് ഇതിൽ കവറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? ബർത്ത്ഡേയുടെ അന്ന് 12 o'clock കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഞങ്ങൾ അറിയാതെ ഓർഡർ ചെയ്ത ഫുഡ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഒബ്രോയ് ഗ്രൂപ്പിന്റെ ട്രൈഡന്റ് ഹോട്ടലിൽ റൂംസ് ബുക്ക് ചെയ്തിരുന്നു. പോകുന്ന വഴിക്ക് കൊച്ചി തേവരയിലുള്ള സൺകോസ്റ്റിൽ കയറി ലഞ്ച് കഴിച്ചു. ബ്യൂട്ടിഫുൾ ആംബിയൻസും ഡെലീഷ്യസ് ഫുഡും അടിപൊളി സർവീസും ആയിരുന്നു. എന്നിട്ട് നേരെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക്. അങ്ങനെ ഹോട്ടലിലെത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് ടൈം ഇരുന്നു. റൂംസിന്റെ മാക്സിമം ഓക്യുപ്പൻസി 2 പേരായതുകൊണ്ട് 2 റൂംസ് ആണ് ബുക്ക് ചെയ്തത്. ഫസ്റ്റ് റൂം ഞങ്ങൾ ചെന്നപ്പോഴേക്കും റെഡിയായിരുന്നു. സെക്കൻഡ് റൂം റെഡിയാകാൻ ഒരു 5 minutes ടൈം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് ഫസ്റ്റ് റൂമിലേക്ക് പോയി. കോംപ്ലിമെന്ററി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കുറച്ച് ടൈം റിലാക്സ് ചെയ്തപ്പോഴേക്കും അടുത്ത റൂം റെഡിയായി. ആ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനോടനുബന്ധിച്ചാണോ റൂം ബുക്ക് ചെയ്തത് എന്ന് അവർ നേരത്തെ ചോദിച്ചിരുന്നു. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബർത്ത്ഡേ തീമിൽ റൂം അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അതിൽ സർപ്രൈസ് ആയത് എപ്പോഴാണെന്നോ, അവിടെ റെഡിയാക്കി വെച്ചിരുന്ന കോംപ്ലിമെന്ററി കേക്ക് കണ്ടപ്പോഴാണ്. പേരൊക്കെ എഴുതിയ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക്. കേക്ക് കട്ടിങ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചു. റൂമിൽ നിന്നുള്ള ഗാർഡൻ വ്യൂ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്കങ്ങോട്ട് പിന്നെ പോകാമേ. കുറച്ച് ടൈം എല്ലാവരും റൂമിലിരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് പോയി.
ഒരു 2 hours പൂളിൽ സ്പെൻഡ് ചെയ്ത് ഈവനിങ് ആയപ്പോൾ ഡിന്നർ പ്ലാൻസ് ഒക്കെ തുടങ്ങി. ഒരുപാട് പ്ലാൻ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾ ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ളപ്പോൾ പലപ്പോഴും ഡിന്നറിന് പോകാറുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്ക് തന്നെയായിരുന്നു ഈ പ്രാവശ്യവും. എല്ലാവരും റെഡിയായി നേരെ അങ്ങോട്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. നല്ല അടിപൊളി ഫുഡും ഫോർട്ട് കൊച്ചി നൈറ്റ് ലൈഫിന്റെ എല്ലാ വൈബും ഉള്ള ഒരു കിടിലൻ സ്ഥലം. ഡിന്നർ കഴിഞ്ഞ് തിരിച്ച് ട്രൈഡന്റിലെത്തി ഹോട്ടലിലെ ലൗഞ്ചിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മുടെ കുക്കിംഗ് ബ്ലോഗിൽ യൂസ് ചെയ്യുന്ന ചിരട്ട തവികളുടെ ഒരു ജയന്റ് വേർഷൻ കണ്ടോ? കൊള്ളാല്ലേ? ഇനി തിരിച്ച് റൂമിലേക്ക്. ഒന്ന് സെറ്റിലായിട്ട് കേക്ക് കട്ടിംഗ് എന്ന വിശിഷ്ട ചടങ്ങിലേക്ക് കടന്നു. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ അവരുടെ റൂമിൽ ഏതോ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഞങ്ങളുടെ റൂമിൽ ചാനലിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സമയം വീണ്ടും രാത്രി 12 മണിയായി. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അങ്ങനെ അവസാനിച്ചു. ഇനി സീൻ മാറുവാണ്. ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ റൂമിൽ നിന്നും മറ്റൊരു സർപ്രൈസുമായി കുട്ടികളുടെ റൂമിലേക്ക്. ഇനി ബാക്കി കഥ മറ്റൊരു വ്ലോഗിൽ. ഓക്കെ, ബൈ.